ഒരു വെറൈറ്റി മോഡലാണ് ഇവിടെ ചെയ്യുന്നത്, സാധാ ഗ്രൂ അല്ല. അപ്പോൾ നമ്മൾ ഈ ഒരു 3D കാണുന്ന ഏകദേശം ഈ ഒരു മോഡൽ ആക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നല്ല ഏരിയ കേട്ടോ, നല്ല ഏരിയ തന്നെ കുന്നിൻ്റെ മുകളിലായതുകൊണ്ട് തന്നെ നല്ല രാവിലെ തന്നെ വരുമ്പോൾ നല്ലൊരു ഫീലിംഗ്, നല്ലൊരു സുഖമുണ്ട്, നല്ലൊരു വൈബ് ഉണ്ടല്ലേ ജിജിലെ? അപ്പോൾ എന്താ വെച്ചാൽ ഒരു തണുപ്പൊക്കെ ഇങ്ങനെ വരുന്ന സമയത്ത് നല്ലൊരു സുഖമുണ്ട്. എന്തായാലും കുറച്ച് കഴിയുമ്പോൾ അറിയാം ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്. വെയിൽ നല്ല വെയിലുണ്ടാവും, കാരണം ഇവിടെ ഒഴിഞ്ഞ സ്ഥലമായതുകൊണ്ട് നല്ല വെയിലുണ്ടാവും. കുറച്ച് ഒരു 10-12 മണി ആകുമ്പോൾ അറിയാൻ പറ്റും. എന്തായാലും കാറ്റുണ്ടാവും എന്നുള്ളതാണ് പ്രതീക്ഷ. ഉയർന്ന സ്ഥലമായതുകൊണ്ട് നല്ല കാറ്റുണ്ടാവും. അപ്പോൾ ഞങ്ങൾ ആദ്യത്തെ ഫസ്റ്റ് വരിക്ക് വേണ്ടിയിട്ടുള്ള മസാല ഇവിടെ സെറ്റ് ആക്കുന്നുണ്ട്. നല്ല അത്യാവശ്യം നല്ല സ്ട്രോങ്ങിൽ തന്നെയാണ് റെഡി ആക്കുന്നത്. വെള്ളമൊക്കെ ഇവിടെ റെഡിയാണ്. സിമെൻറ്റ് താരം 5 ഏക്കർ കൊണ്ടുവന്ന് ഇറക്കിയിട്ടുണ്ട്. രാവിലെ തന്നെ 5 ഏക്കർ സിമെൻറ്റ് കൊണ്ടുവന്ന് ഇറക്കുന്നുണ്ട്. അവിടെ വേറൊരു വർക്ക് നടക്കണ്ടേ, അവിടെ ഒരു വീടിൻ്റെ ഒരു വർക്ക് ഇതാ വേറെ നടക്കുന്നുണ്ട്. പക്ഷേ ആ കല്ലൊക്കെ നമുക്കുള്ളതാണ്. ഇതൊക്കെ നമുക്ക് ഉള്ള കല്ലാണ് കേട്ടോ. ഇതാണ് നമ്മളെ കല്ല്, കണ്ണൂർ കല്ല് അല്ലെങ്കിൽ നാടൻ കല്ലുകൊണ്ട് ഏത് കല്ലുകൊണ്ട് ഞങ്ങളിവിടെ പണിയെടുക്കും. അത് മലപ്പുറം ഈ ഒരു ഭാഗത്ത് നിന്ന് വന്ന കല്ലാട്ടോ ഇതൊക്കെ. അപ്പോൾ ഇവിടുത്തെ വേറെ ഒരു വീടിൻ്റെ കരിങ്കല്ലുകൊണ്ട് തറ കെട്ടിയിട്ട് പാതകം ഇതുവരെ മണ്ണ് ഫില്ല് ചെയ്യാനുള്ളതാണ്. ഇവിടുന്ന് ഇങ്ങോട്ട് ഈ തറ കുറച്ച് ഹൈറ്റ് കുറവാട്ടോ. ഇനി ബെൽറ്റും കൂടി വരുമ്പോൾ റെഡിയാവും. ഓക്കെ, ആ രീതിയിൽ ഇവിടെ ഒരു വീടിൻ്റെ ഒരു ചെറിയൊരു വീടിൻ്റെ വർക്ക് ഇവിടെ നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇത് വേറെ ഒരാളെ വർക്കാണ്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ബാക്ക് കണ്ടില്ല, ഇങ്ങനെ ചെരിഞ്ഞ സ്ഥലമായതുകൊണ്ട് തറ മതിലിട്ടാൻ വേണ്ടിയിട്ട് കളയൊക്കെ കീറി ഇടയാക്കിയിട്ടുണ്ട്. കരിങ്കല്ലൊക്കെ ഇങ്ങനെ ഇന്ന് രാവിലെ വന്നതാണ് ഈ ഒരു കരിങ്കല്ല്. അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഒരു പരിപാടി ഞങ്ങളെ വർക്ക് അവിടെ നിന്ന് ഇങ്ങനെ കാണാൻ പറ്റും. ഇവിടെയാണ് ഞങ്ങളെ വർക്ക്. ഓക്കെ, അപ്പോൾ ഈ വർക്ക് ഇന്ന് തുടങ്ങാൻ പോവുകയാണ്. ഓക്കെ, ഇതാണ് നമുക്ക് വെക്കാനുള്ള ജനൽ കേട്ടോ. ഇത് പഴയ ഒരു ഇല്ലം പൊളിച്ച ജനലാണ്. അപ്പോൾ ഇത് നല്ല പ്ലാവിൻ്റെ നല്ല സൂപ്പർ കാതലുള്ള നല്ല ജനവാതിലാട്ടോ. അപ്പോൾ ഇതിന് എന്തൊരു പ്രത്യേകത പറഞ്ഞാൽ അതിന് ഒരു 1000-1500 രൂപയാണ് ഈ ഒരു ജനൽ വരുന്നത്. ഇത്രയും ഈ ഒരു മരത്തിൻ്റെ പുതിയതൊക്കെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും 10-20,000 രൂപേൻ്റെ മുതലുണ്ട് അല്ലേ ജിലെ? 20,000 രൂപയൊക്കെ വരും. നല്ല അത്യാവശ്യം നല്ല കാതലുള്ള പ്ലാവിൻ്റെ പൊളി അടക്കാണെന്നുള്ളതാണ്. ഈ നമ്മളിപ്പോൾ സാധാരണ നമുക്ക് പ്ലാവിൻ്റെ ഈ ഒരു ഫ്രെയിം വെച്ച് പിന്നെ ഈ ഒരു പൊളീൻ്റെ പണിയൊക്കെ വരുന്ന സമയത്ത് ഒരു സംഖ്യേൻ്റെ പൈസ വരും. അപ്പോൾ ഇതുപോലത്തത് നമുക്ക് വീടിന് ആലോചിക്കാം അല്ലേ? ഇതിൻ്റെ നല്ല സാധനം കിട്ടുകയാണെങ്കിൽ വീടിനൊക്കെ വെക്കാൻ പറ്റും. ഇതിൻ്റെ വിജാഗിരിയൊക്കെ ഉണ്ടല്ലേ, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വിജാഗിരിയാണ് കേട്ടോ. എപ്പോഴും ഒരു തുരുമ്പും അങ്ങനത്തെ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല, നല്ല ഉറപ്പുള്ളി. പിന്നെ ഇതിൻ്റെ വള കണ്ടില്ല, ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ഒക്കെ മരമാണെന്നുള്ളതാണ്. പഴയ പണി കേട്ടോ, സൂപ്പർ. ഇതൊക്കെ നല്ല ഇതിലത് ഒന്ന് പ്ലെയിനർ അടിച്ച് നല്ല ക്ലിയർ ആക്കിയിട്ടുണ്ട്. നല്ല കൊത്തുപണിയൊക്കെ ഉള്ള നല്ല ഇതാണ് വെക്കാനുള്ളത്. അപ്പോൾ സംഭവം എങ്ങനെയാണ് സെറ്റല്ലേ? നമ്മൾ പടവ് രസമല്ലേ കാണാൻ? നിങ്ങൾ അഭിപ്രായം പറഞ്ഞു കേട്ടോ, നിങ്ങളുടെ അഭിപ്രായം എങ്ങനെ ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ. ഞങ്ങളൊരു പുതിയ പരീക്ഷണമാണ്. ഇവിടെയാണിപ്പോൾ ഈ ഒരു രീതിയിൽ ഞങ്ങൾ ചെയ്തത്, ഗ്രൗട്ടിൽ പടവ് ചെയ്ത്. നമ്മളെ ഗ്രൗട്ട് ഇതാണ് ഗ്രൗട്ടിൽ ലേശം പീസാൻഡ് കൂടി മിക്സ് ചെയ്തിട്ട് കേട്ടോ. ഇതങ്ങനെ വെച്ചിട്ട് അങ്ങനെ മുട്ടിച്ച് വെച്ച് ആമറിട്ട് ടൈറ്റാക്കി അടിച്ച് കറക്റ്റ് തൂക്കാവണം എന്നുള്ളതാണ് അല്ലേ? കറക്റ്റ് തൂക്കാവണം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു. കുറച്ച് പോയാൽ പെട്ടെന്ന് അറിയാൻ പറ്റും. തരികട പരിപാടികളൊന്നും നടക്കില്ല. കറക്റ്റായിട്ട് തന്നെ ചെയ്യണം. ലൈൻ ഏകദേശം കറക്റ്റ് ആവണം. പിന്നെ കല്ല് നോക്കി വെക്കണം. എല്ലാ കല്ലും കയ്യിൽ കിട്ടിയ കല്ല് മുഴുവൻ അങ്ങനെ വാരി വലിച്ച് വെച്ചാൽ ഒരു ഭംഗി പോകും. ഒരു കല്ല് 2 കല്ലും ഒരേ ഹൈറ്റും അതിൻ്റെ മുകളിലുള്ള കല്ല് ഒരേ ഹൈറ്റായിട്ട് ഇങ്ങനെ ഒരു മട്ടത്തിൽ വെക്കണം. എന്ന് വെച്ചാൽ ഈ ലെവലിൽ കിട്ടും. ഇതിലിപ്പോൾ ഞങ്ങൾ സിമ്പിളായിട്ടേ ഒന്ന് തോണ്ടി വെക്കും. അതായത് നമ്മളെ കാവ്യ ഉണ്ടല്ലോ, കാവ്യൊക്കെ ചേർത്തിട്ട് കറക്റ്റ് ഒന്ന് തോണ്ടി വെച്ചൊന്ന് ലെവലാക്കി ചെറിയൊരു ലൈന് ഇട്ട് ഏറ്റവും ചിലവ് ചുരുങ്ങിയ രീതിയിൽ വെക്കണം എന്നാണ് നമ്മളെ മുതലാളി നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും ചിലവ് ചുരുക്കിയിട്ട് ഏറ്റവും സിമ്പിളായിട്ട് ഒരു റഫ് മോഡലായിക്കോട്ടെ, റഫ് ആണ് ഇതിന് കിട്ടണ്ടേ. ഈ ഒരു കല്ലിൻ്റെ റഫ് ഉണ്ടല്ലോ, ഇതാണ് ഇതിൻ്റെ ഒരു ഭംഗി. ഇതിൽ വല്ലാതെ നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് കപ്പിട്ട് മിനുസാക്കി ആ രീതിയിലുള്ളതല്ല, റഫ് മോഡൽ ഈ ഒരു ഇതിനോട് നമ്മൾ ഈ ഒരു പ്ലാനിനോട് യോജിക്കുന്ന രീതിയിൽ ഉള്ളൊരു സംഭവം. അതാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഒരു പഴയ ഒരു മോഡൽ ഒരു ലുക്ക് റിസോർട്ട്. നമ്മൾ കുറച്ച് ആൾക്കാരൊക്കെ അവിടെ വന്നിട്ടോ നമ്മളെ കാണാനോ വർക്ക് കാണാനോ വന്നത് നിങ്ങൾ? രണ്ടും കൂടിയാണോ? രണ്ടും കൂടിയാണല്ലേ മാഷേ? നമ്മളെ മാഷ് ഇവിടെ ഉണ്ട്. രാവിലെ തന്നെ ഒന്ന് മാഷ് വന്നിട്ട്
അപ്പം മൂപ്പരാട്ടോ നമ്മളിതിൻ്റെ സെൻറ്ററിങ്ങിൻ്റെ വർക്കൊക്കെ ചെയ്യണം. നിങ്ങളുടെ പേരെന്തിന്? അപ്പോൾ എൻ്റെ ഇവിടുത്തെ എന്താ പറയുക ആനക്കയത്തെ ഇവിടുത്തെ പ്രമുഖ കോൺട്രാക്ടറാണ്. സംഭവേ നിങ്ങളെ ഏരിയ നല്ല അടിപൊളി സ്ഥലം കേട്ടോ. അവിടെ ഇത് സൈറ്റ് ഞങ്ങൾക്ക് വളരെ ഫസ്റ്റ് തന്നെ നല്ല ഇഷ്ടപ്പെട്ട്. ഇനി കൊടുക്കാണ്ടത് എന്താ വില ഇവിടെ സ്ഥലത്തിനൊക്കെ? ആളുണ്ടെന്നുള്ളതാണ് അല്ലേ? ആളുണ്ട്. ഓക്കെ, എല്ലാ വർക്കിനും ഇവിടെ ആളുണ്ട്. ഇവിടെ വന്ന് സ്ഥലം വാങ്ങിയിട്ട് ഒരു വീട് എടുത്താൽ അല്ലേ? വാങ്ങിച്ചാൽ മതി, വീട് ഉണ്ടായി തരും. ഓക്കെ, പരിചയപ്പെട്ടൊരു സന്തോഷം. ഓക്കെ, ഇതാ ഒന്ന് ശ്രദ്ധിച്ച് കടന്നിട്ടില്ലെങ്കിൽ തല അവിടെ മുട്ടാൻ സാധ്യത ഉണ്ട്. ആകെ 75 സെൻറ്റിമീറ്റർ ഇതിൻ്റെ ഒരു വീതി വരണുള്ളൂ. ഇതിൻ്റെ ലോക്ക് ഇതാ വരണേ. ഇതിൻ്റെ പലക കേട്ടത്, ഇതിൻ്റെ ഡോറ് പൊളി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഇതാ ഈ ഒരു സാധനം മുകളിലേക്ക് അങ്ങോട്ട് കയറ്റിയതിന് ശേഷം നിങ്ങൾക്ക് വെക്കാൻ പറ്റും കേട്ടോ. ഇത് ഊരിയെടുത്തിട്ടുണ്ട് ഞങ്ങൾ, അതേപോലെ തന്നെ വെക്കാനും പറ്റും. അപ്പോൾ ഇത് ലാസ്റ്റ് അവസാനം പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇത് വെക്കണുള്ളൂ. അപ്പോൾ ആ രീതിയിലിരുന്ന് പ്ലാവിൻ്റെ നല്ല സ്ട്രോങ് പലക ഉണ്ടാക്കും. അതേപോലെ തന്നെ ജനലും വെറൈറ്റി ജനൽ, പഴയ രീതിയിലുള്ള ജനൽ ഇതാ നല്ല സംഭവം ഉള്ള സ്ട്രോങ് ആണ്. ചെറുതാണെങ്കിലും നല്ല സ്ട്രോങ് ആണ്. ഞങ്ങൾക്ക് ഇവിടെ കുറച്ച് പണി കൂടുതൽ വന്നത് എന്താ അറിയോ, ഇതിൻ്റെ പിന്തലൊക്കെ ഈ ഒരു കല്ല് കറക്റ്റ് കുറച്ച് ഇതിൻ്റെ ഉള്ളിൽ കയറ്റിയതാട്ടോ. ഈ പിന്തല അവിടെ കാണുന്നില്ല. ഞങ്ങൾ ഇത് സെൻറ്ററിലാണ് വെച്ചത്, കെട്ടിൻ്റെ സെൻറ്ററിലാണ് ഇത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ അടിയത്തെ ഈ ഒരു ഭാഗം ഉള്ളിലേക്ക് കുറച്ച് കയറ്റി, അതുപോലെ അതും അവിടെയൊക്കെ കുറച്ച് കയറ്റിയ കുറച്ച് പണി കൂടുതൽ വന്നിട്ടുണ്ട്. അവിടെ അതേപോലെ തന്നെ ഉണ്ടോ, ജനലിൻ്റെ പിന്തലൊന്നും പുറത്തേക്ക് കാണുന്നില്ല. ചെറിയ മോഡൽ, ഇത് പഴയ വീടിൻ്റെ ജനലായതുകൊണ്ടാണ് ഈ ചെറിയത് വന്നത്. കിച്ചണൊക്കെ ഇങ്ങനെയാണ് വന്നിട്ടോ, ചെറുതാണ് വന്നത്. അപ്പോൾ ഇവിടെ ഒരു പുറത്തേക്കുള്ള ഇവിടെ ഒരു ഡോറ് വരുന്നുണ്ട്. ഓക്കെ, അപ്പം സംഭവം ചെറിയൊരു ഏരിയ ഉള്ളൂ. ചെറിയൊരു ഏരിയ ഉള്ളെങ്കിൽ നല്ല പണി വന്നിട്ട് അവിടെ. കാരണം എന്ന് വെച്ചാൽ ഒന്നാമത്തേത് ഈ ജനലിൻ്റെ പിന്തലൊക്കെ കല്ല് കുറച്ച് വെക്കണ പണിയുണ്ട്. പിന്നെ അത് കറക്റ്റായിട്ട് ചെയ്യുമ്പോൾ അത്യാവശ്യം കുറച്ച് പണി വരും. ഇതാണ് ബെഡ്റൂമും ഡൈനിങ് ഏരിയയും ഇവിടെയാണ് വരുന്നത്. ഇവിടുന്ന് മുകളിലേക്ക് കയറാനൊരു കോടി ഉണ്ടാവും. ഇവിടെ നല്ല എ മോഡൽ നല്ല ഹൈറ്റിൽ ചെരുവാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഒരു മച്ച് പോലെ ഒരാൾക്ക് കിടക്കാനുള്ളൊരു സ്പേസ് മുകളിലുണ്ടാവും കേട്ടോ. ആ രീതിയിലാണ് ഇവിടെ വരിക. ഓക്കെ, പിന്നെ ഈ ഒരു ഏരിയ എന്ന് പറയുമ്പോൾ ഇത് ചെറിയൊരു പ്രെയർ റൂമാണ്. ചെറിയ അത്യാവശ്യമായിട്ട് അവർക്കൊന്ന് നിസ്കരിക്കാൻ അങ്ങനെയൊക്കെയുള്ളൊരു സ്ഥലം. അപ്പുറത്തത് ബാത്റൂം നല്ല സൗകര്യത്തിൽ തന്നെ ഉണ്ടാവും. ഈ കിച്ചൻ്റെ ഏരിയ ഇവിടെ മൊത്തമായിട്ട് ഓപ്പൺ ആട്ടോ. ഇവിടെ ഒരു ചെറിയൊരു ഇൻറ്റീരിയറിൻ്റെ ഒരു ചെറിയൊരു സംഭവമൊക്കെ വരുന്നുണ്ട്, സെപ്പറേഷനായിട്ട് അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ പണി ഇവിടെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ രാവിലെ തന്നെ. ഇത് നല്ല സ്ട്രോങ് ആട്ടോ സംഭവം. ഇന്നലെ ഞങ്ങൾ വെച്ചത് ഇന്ന് എടുക്കാൻ നോക്കുമ്പം നല്ല പിടുത്തമുണ്ട് ഇതിനുള്ളിൽ. ഇതിൻ്റെ ഈ ഒരു ഗ്യാപ്പിൽ ഞങ്ങൾ കുറേശ്ശെ ഇങ്ങനെ ഈ ഒരു ഗ്യാപ്പിൽ കൂടെ ഇറക്കാനുണ്ട് കേട്ടോ. ഇതിലൂടെ കുറച്ചൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ അത് നല്ല സ്ട്രോങ്ങിൽ തന്നെ നിൽക്കുന്നുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ പടവിൻ്റെ സ്ട്രോങ് എന്ന് പറഞ്ഞാൽ കല്ല് ലെവലിൽ നിൽക്കുക എന്നുള്ളതാണ്. കല്ല് ചെരിഞ്ഞ് പടുത്തതിൻ്റെ ശേഷം എത്ര സ്ട്രോങ്ങിൽ സിമെൻറ്റ് ഇട്ടിട്ടും അതൊക്കെ ഇട്ടുകൊണ്ട് കാര്യമില്ല. കറക്റ്റ് സ്ട്രേറ്റിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ എത്ര ലോഡ് വേണമെങ്കിലും എടുക്കും കേട്ടോ. ഈ ലോഡ് കല്ല് തമ്മിലാണ് ഇതിൻ്റെ ടച്ചിങ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കെട്ട് സിമെൻറ്റിൻ്റെ ഉറപ്പിലല്ല ഈ ഒരു കെട്ട് നിൽക്കുന്നത്. കല്ലിൻ്റെ മുകളിൽ കറക്റ്റ് നിന്ന് കഴിഞ്ഞാൽ മതി. നിൽക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞങ്ങൾക്കൊരു ഗമ്മിൻ്റെ ഒരു ഉപയോഗമാണ് ശരിക്കും ഇത് നടക്കുന്നത്. ഒരു ഗമ്മാണിത്. അപ്പോൾ ആ ഒരു ഗമ്മ് എന്നുള്ള ഇതിലാണ് ഞങ്ങളിത് കാണുന്നത് കേട്ടോ. ഓക്കെ, നമ്മൾ കല്ലുമ്പിലാണ്, ഈ കല്ലാണ് ഇതിൻ്റെ ലോഡ് മുഴുവൻ എടുക്കുന്നത്. ഇതൊരു ഗമ്മ് മാത്രമാണ്. ഓക്കെ, അങ്ങനെയാണ് ഇവിടുത്തെ പടവ്. പിന്നെ ഇതിൻ്റെ മുകളിൽ ലോഡ് വന്നാൽ, ലിൻഡിൽ വന്നാൽ, ബെൽറ്റ് വന്നാൽ മൊത്തം ഒരു കൂട്ടിപ്പിടുത്തായി. ഇനിയിപ്പോൾ ഈ ഒരു ഏരിയ ഇവിടെ സാധാരണ പടവാണ്. ഈ ഒരു ഏരിയ മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ കുറച്ച് ഇതുള്ളൂ. അവിടെ കഴിഞ്ഞാൽ ഇവിടുത്തെ ആനക്കയത്തെ പടവ് ഏകദേശം മുഴുവനായി. അപ്പോൾ നമ്മളിവിടെ ആനക്കയത്ത് ഇങ്ങനത്തെ ഒരു വെറൈറ്റി പടവ് തുടങ്ങിയപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തി നിങ്ങളെ കാണിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾ ഇനിയും നമ്മുടെ ചാനലിൽ വരാൻ നിങ്ങളെ സപ്പോർട്ട് ആവശ്യമാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു പുതിയൊരു നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. ബായ്.